ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. നേരത്തെ റഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ വാങ്ങിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ രാജ്യത്ത് നിന്ന്, ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ നിന്ന് വാങ്ങുന്നതോടുകൂടി ചില താല്പര്യങ്ങൾ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്താണ് ആ താല്പര്യം? അതായത് ശരിക്കും പറയാം, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഏതാണ്ട് ഒരു ദാരിദ്ര്യത്തിൽ കഴിയുന്ന രാജ്യമാണ് ഈ ബുർക്കിന ഫാസോ എന്ന് പറയുന്നത്. ആ രാജ്യം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധി നേരിടുന്നു. തൊഴിലില്ലായ്മ, അമേരിക്കയുടെ ദയാവായ്പയിൽ കഴിയുന്ന ഒരു രാജ്യമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. ഈ ബുർക്കിന ഫാസോ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് വലിയൊരു കരാറിലേക്ക് നീങ്ങുന്നു. അതായത് നമ്മൾ അവരുമായിട്ടുള്ള എണ്ണ വ്യാപാര കരാർ എന്ന് പറയുന്നത് $75 ബില്യൺ. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു കരാർ എന്നതിനപ്പുറത്തേക്ക് ഈ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ അടിമുടിയുള്ള വികസനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം എല്ലായ്പ്പോഴും അമേരിക്ക ഈ ബുർക്കിന ഫാസോയെ ഒരു പങ്കാളിയായിട്ട് കണ്ടിട്ടില്ല, പകരം ഒരു അടിമത്ത രാജ്യമായിട്ട് കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ മുതലാളി, നിങ്ങൾ ഒരു അടിമത്ത ആഫ്രിക്കൻ രാജ്യമെന്നാണ്. അപ്പം അമേരിക്കൻ വെല്ലുവിളി നിർത്തിയിട്ട് ഇനി ഞങ്ങളോട് പങ്കാളിത്തം വേണമെന്ന് പറയുന്നു. കാരണം അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രവോറോ എന്ന് പറയുന്നത് 36 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അയാളാണ് അവിടുത്തെ പ്രസിഡന്റ്. ഈ പ്രസിഡന്റ് പറയുന്നത് വെറും ഒരു വ്യാപാര ഉടമ്പടി എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ കരാർ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യമാണ്. ആ ഇന്ത്യ ഇറാനിൽ നിന്ന് അല്ലെ വെനസ്വേലയിൽ നിന്നൊക്കെ എണ്ണ മേടിക്കാൻ തയ്യാറായപ്പോൾ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. അതിനുശേഷം ഉക്രൈൻ റഷ്യയുമായിട്ടുള്ള ഒരു അധിനിവേശ ആക്രമണമൊക്കെ നടന്നല്ലോ 2023. ആ സമയത്ത് റഷ്യയ്ക്ക് മേൽ വമ്പൻ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ റഷ്യയുമായിട്ട് ചില കരാറിൽ ഏർപ്പെടുന്നു. കാരണം റഷ്യൻ എണ്ണ മേടിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് നമ്മൾ റഷ്യയുടെ ഈ എണ്ണ മേടിക്കുന്നു, അത് പ്യൂരിഫൈ ചെയ്ത് യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് മറിച്ചു വയ്ക്കുന്നു. അങ്ങനെ വൻതോതിൽ നമ്മൾ പണം ഉണ്ടാക്കി. പിന്നീട് അമേരിക്കയുടെ ആരോപണം നമ്മളാണ് ഉക്രൈനെ ആക്രമിക്കാനുള്ള പണം നൽകുന്നതെന്നാണ്. ഇപ്പോൾ അവരുടെ ആവശ്യം നമ്മൾ എണ്ണ മേടിക്കുന്നത് നിർത്തിവെക്കണമെന്നാണ്. നമ്മൾ അങ്ങനെ എണ്ണ നിർത്തി വെച്ചില്ലെങ്കിൽ പോലും റഷ്യ ക്രമാനുഗതമായിട്ട് അവരുടെ പൈസ കൂട്ടി വന്നു. അപ്പോൾ നമ്മൾ എന്തെടുത്തു, അടുത്ത രാജ്യത്തിലേക്ക് പോയി. അപ്പോൾ 10-17 രാജ്യങ്ങളുമായിട്ട് എണ്ണ വ്യാപാരം ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പോൾ 40ഓളം രാജ്യങ്ങളുമായിട്ടാണ് എണ്ണ വ്യാപാരം നടത്തുന്നത്. അങ്ങനെയാണ് ബുർക്കിന ഫാസോ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന ഗുണം 10,000-കണക്കിന് ആളുകൾക്ക് അവിടെ തൊഴിൽ ലഭിക്കുന്നുണ്ട്. വരുമാനം കോടിക്കണക്കിന് രൂപയായിട്ട് വർദ്ധിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ പങ്ക് നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഊർജ്ജ സംരക്ഷണത്തിന്, ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്ക് ഇതൊക്കെ തന്നെ ആ രാജ്യത്തെ പ്രാപ്തമാക്കും. അപ്പോൾ ഇത്രയും കാലം അവരെ അടക്കി ഭരിച്ചിരുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരെ ഒരു എന്താ പറയുന്നത്, ആഫ്രിക്കൻ രാജ്യങ്ങളെ കാണുന്ന ഒരു മനോസ്ഥിതി ഉണ്ടല്ലോ, ഒരു പിന്നോക്ക രാജ്യങ്ങളാണ്, അവരെ അടിമകളായിട്ട് കാണണം, ഈ രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണുന്ന ആ രാജ്യത്തിന് പിന്നീട് ഒരിക്കലും സാമ്പത്തികമായിട്ട് വളരാൻ പറ്റില്ല. അങ്ങനെ വളരാതിരുന്നാൽ ഇവർ പട്ടിണിയിലും പരിവട്ടനത്തിലാവും. പിന്നീട് എന്ത് ചെയ്യും, അവിടുത്തെ കുറച്ച് ആളുകൾ കുടിയേറ്റത്തിന് ശ്രമിക്കും. ഈ കുടിയേറ്റത്തിന് അവർ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് ചെല്ലുകയും അവിടെ പിന്നീട് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് അമേരിക്കയിൽ നിന്നൊന്നും വേണ്ട. ഈ പ്രസിഡന്റ് പറയുന്നതാണ്, പകരം ട്രംപ് ഞങ്ങളോട് നീതിപൂർവമായ ഇടപെടലുകൾ നടത്തണം, സ്വന്തം വിഭവങ്ങൾ സംസ്കരിച്ച് വിൽക്കാനുള്ള അവസരം നൽകണം. അപ്പോൾ അമേരിക്ക നോക്കുമ്പോൾ ഇവിടെ വലിയ തോതിൽ എണ്ണ നിക്ഷേപമുണ്ട്. അപ്പോൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ എണ്ണയുടെ കുത്തക മുഴുവൻ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ബുർക്കിന ഫാസോയെക്കുറിച്ച് ആഫ്രിക്ക പറയുന്നത്, അവർ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വികസനങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന പ്രകൃതി വിഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണയുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ എണ്ണ കച്ചവടത്തിലൂടെ ആഫ്രിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വയം പര്യാപ്തതയുടെ ഒരു പുതിയ ചാപ്റ്റർ രചിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഒരവസരം കിട്ടിയാൽ അവർ വളർന്നു വരുമെന്നുള്ളതിന് വ്യക്തമായ പല ഉദാഹരണങ്ങളില്ലേ നമ്മുടെ മുമ്പിൽ. എന്നാലും ഒരുപാട് ഇപ്പം പല പദ്ധതികൾക്കും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അപ്പോൾ ട്രവോയുടെ ഈ ദർശനം എന്ന് പറയുന്നത് പാൻ ആഫ്രിക്കൻ ആശയങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളെ എന്നും അടിച്ചമർത്തുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. പിന്നീട് അവിടെ ചൈന കടന്നു വന്നു. ചൈന കടന്നു വരുമ്പോൾ ചെയ്യുന്നത്, അവർ അവിടെ വലിയ തോതിൽ സാമ്പത്തിക നിക്ഷേപം നടത്തും. എന്തിനാണെന്ന് വെച്ചാൽ റെയർ എർത്ത് കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെ പൈസ നിക്ഷേപിച്ചിട്ട് അവരെ കടക്കണിയിലാക്കും. പിന്നീട് ഈ പണം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ഖനനം നടത്തിയിട്ട് അവർ ഈ റെയർ എർത്ത് സ്വന്തമാക്കും. എന്നിട്ട് ഇത് പ്യൂരിഫൈ ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം ചൈനയിൽ നടത്തും. അപ്പോൾ ലോകത്തേക്കുള്ള റെയർ എർത്തിൻ്റെ ഏതാണ്ട് 90% കുത്തക ചൈനയുടെ കയ്യിലാണ്. അത് അട്ടിമറിക്കണം. അപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ചൈനയോട് വലിയ പ്രതിബദ്ധതയില്ല. ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടാണ് പ്രതിബദ്ധത. അതുകൊണ്ടാണ് നമ്മൾ കാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ തുടങ്ങിയ രാജ്യങ്ങൾ, നമീബിയ ഇവിടെയൊക്കെ സന്ദർശിച്ചപ്പോൾ ചൈനയോടില്ലാത്ത ഒരു പ്രതിബദ്ധതയും സ്നേഹവും അവർ പ്രകടിപ്പിച്ചത്. ഈ രാജ്യവും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ചൂഷണം ചെയ്യാനല്ല നിൽക്കുന്നത്, പരസ്പരം ഒരു ഷെയറിംഗ് ആണ്, പങ്കാളിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ $75 ബില്യൺ എണ്ണ നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയാൽ അതിനനുസരിച്ചുള്ള
സാമ്പത്തിക നേട്ടം, ജനങ്ങൾക്ക് തൊഴിൽ വർദ്ധിക്കുന്നത്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്, ഇതൊക്കെ തന്നെ സംഭവിക്കും. പിന്നെ ഇവർക്ക് കുടിയേറണ്ട. അപ്പോൾ ഇവർ കുടിയേറുന്നതെന്ന് പറഞ്ഞാൽ അനധികൃതമായ രീതിയിൽ കപ്പലിലും ബോട്ടിലും മറ്റും പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോവുകയാണ്. ചിലർ വെടിവെച്ച് കൊല്ലും, ചിലർ തുറുങ്കിലടയ്ക്കും. പക്ഷേ അവർക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രവേറ പറയുന്നത്, ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നവോത്ഥാനത്തിനുള്ള തുടക്കം കുറിക്കലാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ഈ നീക്കങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അപ്പം ആഫ്രിക്കയുടെ വിഭവങ്ങൾ ആഫ്രിക്കക്കാർക്ക് സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം പോലും അവർക്കില്ല. ഇപ്പോൾ ഇന്ത്യ $75 ബില്യൺ എണ്ണ മേടിക്കുമ്പോൾ അവർക്ക് പണമല്ലേ കൊടുക്കുന്നത്? ഈ പണം ഉപയോഗിച്ച് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിലേക്കല്ലേ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുമെന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ 36-കാരനായ ഒരു ഭരണാധികാരിക്ക് ഇത്രയും വലിയ കാഴ്ചപ്പാടുണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഈ തീരുവ ഒഴിവാക്കാതെ ട്രംപ് ഈ രാജ്യങ്ങളെ കടക്കണിയിലാക്കാനുള്ള ശ്രമം നടത്തും. ട്രംപിൻ്റെ തീരുവ യുദ്ധം നമുക്ക് മനസ്സിലാകാമല്ലോ. എത്ര രാജ്യങ്ങൾക്ക് മേലാണ് തീരുവ വെച്ചേക്കുന്നത്? ശരിക്കും അവരെ ദുരിതത്തിലാക്കിയല്ലേ? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ ഈ തീരുവ കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. സമീപഭാവിയിൽ അമേരിക്കയുടെ തകർച്ചയ്ക്ക് പോലും ഇത് കാരണമായിരിക്കാം. അതെ. അപ്പോൾ ഈ ലോക നേതാക്കളുടെയൊക്കെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണെങ്കിൽ ഇനി അത് മാറി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാനും ഞങ്ങളുടെ പ്രകൃതി വിഭവങ്ങളെ സംസ്കരിച്ച് അത് ഉൽപ്പന്നമായിട്ട് വിൽപ്പന നടത്താനുമുള്ള അധികാരം വരികയാണ്. അപ്പം ബുർക്കിനോ ഫാസോയെക്കുറിച്ച് ഇനി പുതിയൊരു നവോത്ഥാന സന്ദേശം ഉയർന്നു വരുമെന്നുള്ള ഒരു മെസ്സേജ് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പം ഞങ്ങളെ ഇനി അടിമകളായിട്ട് കാണരുത്. അമേരിക്ക കാണുവാണെങ്കിൽ ഞങ്ങൾ വ്യാപാരി പങ്കാളികളാണ്. അത് അവർക്ക് പറ്റില്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കാളിത്തം വരും. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചൈനയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയൊക്കെ ചൈന സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ അവിടെയൊക്കെ ചൈന അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചൂഷണമില്ല. മാത്രമല്ല ആഫ്രിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും ഒക്കെ ഒരു മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ള ഒരു ചിന്തയുണ്ട്. കാരണം പതിറ്റാണ്ടുകളായിട്ട് ഇവർക്ക് ലോകത്തോട് തുറന്നു പറയാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബുർക്കിനോ ഫാസോയ്ക്ക് മേൽ ട്രംപ് നൽകിയത് 30% തീരുവയാണ്. ഈ 30% തീരുവ നൽകിയാൽ ഈ ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന് അത് താങ്ങാൻ കഴിയില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയില്ല. അങ്ങനെ 22 ലക്ഷത്തോളം വരുന്ന ഈ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ഭാവി തന്നെ തുലാസിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വേണമെങ്കിൽ അമേരിക്ക നടത്തിയ ഈ താരിഫ് വർധനവിനെ അവർ പറയുന്നത് സാമ്പത്തികമായ വധശിക്ഷ എന്നാണ്. കാരണം ഒരു രാജ്യത്തെ തകർത്ത് കളയല്ലേ, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ടെക്സ്റ്റൈൽ തൊഴിലാളിയായ ഒരാൾ പറയുകയാണ്, എനിക്ക് ഇനി മരുന്ന് മേടിക്കാൻ, വിദ്യാഭ്യാസത്തിന്, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഒന്നും സൗകര്യമില്ല. കാരണം 30% തീരുവ ഉയർത്തി ഈ പ്രോഡക്റ്റ് മറ്റാരും വാങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് കാല് പിടിക്കേണ്ട ഒരവസ്ഥ ഈ രാജ്യത്തിനുണ്ടാകുന്നു. അപ്പോൾ ഈ അമേരിക്ക $1 നൽകുമ്പോൾ കടബാധ്യതയിലേക്ക് കൂടിയാണ് തങ്ങളെ വലിച്ചഴക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളെ വിതരണക്കാർ എന്ന നിലയിൽ മാത്രം നിലനിർത്താൻ എന്നും ലക്ഷ്യമിടുന്ന രാജ്യമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്പ്. ആ രാജ്യങ്ങളുടെ ആധിപത്യം അതിനെ മറികടക്കാനായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നു. ഇപ്പം റഷ്യ വലിയ തോതിൽ എണ്ണയൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും റഷ്യയും എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളിൽ അത് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ പുടിൻ, അതുപോലെ തന്നെ ഷീ ജിൻപിങ്, കിം, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി, ഇവരെല്ലാം തന്നെ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ നമ്മളൊരു ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ ആരും വരില്ല. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ താരിഫ് യുദ്ധത്തിൽ ഞങ്ങൾ മനം മടുത്തു, ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള കരാറിനില്ല, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് പുതിയ സാമ്പത്തിക കരാറിലേക്ക്, എണ്ണ വിൽപ്പനയിലേക്ക് പോകുന്നു, $75 ബില്യൺ തരാൻ അവർ തയ്യാറാണ്. അത്രയും വലിയൊരു ഉടമ്പടിയാണ്. അതോടുകൂടി ആഫ്രിക്കൻ രാജ്യമായ ഞങ്ങളും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുമെന്ന് മാത്രമല്ല സാംസ്കാരികപരമായ ഔന്നത്യത്തിലേക്ക് കടക്കും. ഇനി ഞങ്ങൾ അടിമത്ത രാജ്യമല്ല എന്നിവർ കാണുന്നുണ്ട്. അപ്പോൾ 36 വയസ്സുള്ള ഒരു പ്രസിഡന്റ് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ കരാർ എന്നതിനപ്പുറത്തേക്ക് ആഫ്രിക്കയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന വലിയ ഒരു സാമ്പത്തിക ഉടമ്പടി എന്നാണ് ബുർക്കിനോ ഫാസോയുടെ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഈ നീക്കം വലിയൊരു മാതൃകയാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.